കാരണം എന്താണ്? ഇത് യഹൂദ സമൂഹമാണെന്ന് പറയാൻ കാര്യം എന്താണ്? മത്തായി ശ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്, ശേഷിച്ച കഷണങ്ങൾ എത്ര കൂട്ട? മണ്ടൊന്നുമില്ലല്ലോ. എത്ര? 12 കൂട്ട നിറയെ. 12 എന്ന് പറയുന്നത് യഹൂദരുടെ സാംഘിക മൂല്യമാണ്. 12 ഗോത്രങ്ങൾ, 12 ശിഷ്യന്മാർ. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് യഹൂദ സംഖ്യയാണ്. യാക്കോബിന്റെ 12 മക്കൾ, അതിൽ നിന്നാണ് ഈ ഗോത്രങ്ങൾ. അപ്പൊ നമുക്കറിയാം ഈ 12 അത് യഹൂദ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും നമ്മൾ 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തുന്ന സംഭവം നമുക്കുണ്ട്. ശേഷിച്ച കഷണങ്ങൾ എത്രയാണ്? ശേഷിച്ച കഷണങ്ങൾ മണ്ടണല്ല, 7 കൂട്ടം നിറയെ. എന്താണ് 7? 7 എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ സാംഘിക മൂല്യമാണ്. അതായത് യഹൂദന്റെ കണക്കനുസരിച്ച് 7 ഒരു പൂർണ്ണ സംഖ്യയാണ്. ദൈവത്തിൻ്റെ സംഖ്യയാണ് 3, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിലും ഈ തൃത്വത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. അപ്പൊ സ്വർഗത്തിന്റെ സംഖ്യയാണ് 3, ഭൂമിയുടെ സംഖ്യയാണ് 4. കാരണം ഭൂമിയെ യഹൂദൻ കണ്ടിരുന്നത് ഒരു ഡിസ്കായിട്ടാണ്, ഒരു തൂണിൽ നിൽക്കുന്ന 4 മൂലകളുള്ള ദിക്കുകളുള്ള ഒരു ഡിസ്ക്. അപ്പൊ സ്വർഗത്തിന്റെ സംഖ്യയായ 3ഉം ഭൂമിയുടെ സംഖ്യ 4ഉം തമ്മിൽ ചേരുമ്പോഴാണ് എന്ത്? 7. അതൊരു പൂർണ്ണ സംഖ്യ. അതുകൊണ്ടാണ് ദൈവം 7 ദിവസം കൊണ്ട്, 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്നത്. ഇതൊരു പരിപൂർണ സംഖ്യയാണ്. അത് ആകമാന മനുഷ്യവംശത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്.